ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. സുമീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇന്ന് നമ്മളൊരു പുതിയ വിഭവമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കിഴങ്ങ് ബോണ്ട. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 5 കിഴങ്ങ് നന്നായിട്ട് കുക്കറിൽ വേവിച്ച് എടുത്താണിത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 5 എണ്ണം വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു വെളുത്തുള്ളി ഒരല്പം കൂടുതൽ വേണം, ഒരു 10-12 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്കതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആദ്യം നമുക്ക് മസാല റെഡിയായതിനു ശേഷമാണ് ഇത് മുക്കിപ്പൊരിക്കാനുള്ള ആ ബാറ്റർ റെഡിയാക്കേണ്ടത്. നമ്മുടെ സവാള പകുതി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരല്പം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരുപാട് എരിവാവാനും പറ്റില്ല, ഇതൊരു സ്നാക്ക് ആണല്ലോ. നമുക്കിതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. കിഴങ്ങൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെയായി പോവും. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കാം. ഇത് മൈദമാവാണ്. മൈദമാവ് ഞാൻ 1 കപ്പ് മൈദമാവാണ് എടുത്തേക്കുന്നത്. നമ്മൾ അതിൻ്റെ പകുതിയാണ് കടലമാവ് ചേർക്കുന്നത്. എത്രയാണോ മൈദമാവ് എടുക്കുന്നത് അതിൻ്റെ പകുതി കടലമാവ്, പാകത്തിന് ഉപ്പ്, ഒരൽപ്പം മുളക് പൊടി. ഫുഡ് കളറൊക്കെ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇനി പാകത്തിന് വെള്ളം. വെള്ളം കൂടിപ്പോവരുത്, കൂടിപ്പോയാൽ മറ്റേ കിഴങ്ങിൽ മാവ് പിടിക്കില്ല. നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് ചൂടാറി. നമുക്കിനി അത് നമുക്ക് എന്തോരമുള്ള ബോണ്ടയാണോ വലുപ്പമാണോ വേണ്ടത് അത്രയുള്ള ഉണ്ടയാക്കി ഉരുട്ടിയെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ നമ്മുടെ ഉണ്ടകളെല്ലാം റെഡിയായി. പല ഉണ്ടകൾക്കും പല ഷേപ്പായിരിക്കും. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. ഈ ഉണ്ട ഇങ്ങനെ മാവിൽ മുക്കുക, ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി.
രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആവണം. നമ്മുടെ ബോണ്ട നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കിഴങ്ങ് ബോണ്ട റെഡി ആയി കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റി 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. താങ്ക്സ് ഫോർ